മാറുന്ന സാഹചര്യത്തിൽ സോളാറിന്റെ അനന്ത സാധ്യതകളെ പരിചയപ്പെടുത്താൻ മൂവാറ്റുപുഴയിൽ ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ വാട്സ്ആപ്പ് ഗ്രൂപ്പും ദീപ ഇലക്ട്രോണിക്സും സംയുക്തമായാണ് മൂവാറ്റുപുഴ YMCAയിൽ സോളാർ ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഇലക്ട്രീഷ്യന്മാരെ കോർത്തിണക്കി ആരംഭിച്ച വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് മൂവാറ്റുപുഴ ഇലക്ട്രീഷ്യൻസ് ഗ്രൂപ്പ്. ഗ്രൂപ്പ് ആരംഭിച്ച് ഇതിനോടകം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന 200ഓളം അംഗങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നൂതന സംവിധാനങ്ങളെയും സാങ്കേതിക വിദ്യകളെയും പരിചയപ്പെടുത്തുവാനും അവയുടെ ഉപയോഗരീതികളെ മനസ്സിലാക്കി പരിശീലനം നൽകുവാനും ഇതിനോടകം വാട്സ്ആപ്പ് അഡ്മിന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് മൂവാറ്റുപുഴ ദീപ ഇലക്ട്രോണിക്സുമായി ചേർന്ന് സോളാർ ട്രെയിനിംഗ് പ്രോഗ്രാം മൂവാറ്റുപുഴ YMCAയിൽ സംഘടിപ്പിച്ചത്. ട്രെയിനിംഗ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ആന്റണി പുത്തൻകുളം നിർവഹിച്ചു. നിങ്ങളിലൂടെ എത്രയോ ആളുകളാണ് ഒരുപാട് സന്തോഷം അനുഭവിക്കുന്നത് എന്ന്. കാരണം നിങ്ങളുടെ ആബ്സൻസിൽ വേർപ്പൊലിക്കുന്ന ഒരുപാട് പേര്, നിങ്ങളുടെ ആബ്സൻസിൽ ഒരുപാട് പേര് അസ്വസ്ഥപ്പെടുന്നവരുണ്ട്. ഒരു ഇലക്ട്രീഷ്യൻ ഒരു കൃത്യസമയം എത്തിയില്ലെങ്കിൽ ഒരു പരിപാടി ചളമാകുന്ന അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു സ്കൂളിന്റെ പ്രിൻസിപ്പൾ എന്ന നിലയിൽ പല കാര്യങ്ങൾക്കും നിവിൻ ചേട്ടനെ വിളിക്കാറുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നത് പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓടിയെത്തും. കാരണം ഒരു സ്കൂളിന്റെ നടത്തിപ്പ് എന്താണെന്ന് നിവിൻ ചേട്ടൻ അറിയും. കാരണം എന്നെ എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ സമൂഹത്തിന് ചെയ്യുന്ന സേവനങ്ങൾ എത്രമാത്രമാണെന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇന്ന് വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വികസന മേഖലകളിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഇന്ന് ഇന്ത്യ അതിന്റെ സ്വയം പര്യാപ്തതയിലേക്കും ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലേക്കും വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സേവനങ്ങളിലൂടെയാണ് ആ വികസന സാധ്യതകൾ ഇന്ത്യക്ക് ഉണ്ടാകുന്നത് എന്ന് കൃത്യമായും ഞാൻ മനസ്സിലാക്കുന്നു. ദീപ ഇലക്ട്രോണിക്സ് MD ദേവസ്യ അധ്യക്ഷത വഹിച്ചു. വാട്സ്ആപ്പ് ഗ്രൂപ്പ് കോർഡിനേറ്റർ കീർത്തി ജെയിംസ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വാർഡ് കൌൺസിലർ ആശ സുനിൽ, വാട്സ്ആപ്പ് ഗ്രൂപ്പ് അംഗങ്ങളായ MS അശോക്, നവീൻ B, സിബി മാത്യു തുടങ്ങിയവർ ആശംസകൾ പറഞ്ഞു. മൂവാറ്റുപുഴ മേഖലയിലുള്ള ഇലക്ട്രീഷ്യന്മാരെ എല്ലാവരെയും കൂടി കൂട്ടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ അതായിരുന്നു ഉദ്ദേശിച്ചത്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പുതിയ സാങ്കേതിക വിദ്യകളെ കുറിച്ചൊക്കെ പലർക്കും അറിവില്ല. അപ്പൊ അങ്ങനെയുള്ള സാങ്കേതിക വിദ്യകളെ കുറിച്ചൊക്കെ മറ്റുള്ള വിദഗ്ധരുമായിട്ടും ഇലക്ട്രിസിറ്റി ബോർഡിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പോലുള്ള സ്ഥാപനങ്ങളിലെ അവരുടെ വിദഗ്ധരുമൊക്കെ വന്ന് അവർ മുഖാന്തരം ക്ലാസ്സുകൾ എടുത്ത് നമ്മൾക്ക് സാങ്കേതികമായിട്ടുള്ള പുതിയ പുതിയ സാങ്കേതിക വിദ്യകളെ കുറിച്ചൊക്കെ എല്ലാവരെയും ബോധവൽക്കരിക്കുക എന്നുള്ള മെയിൻ ഉദ്ദേശമാണ് ഇതിന്റെ ഇതിലുള്ളത്. പിന്നെ ഇപ്പൊ എന്താ നമ്മളൊരു പ്രവണത എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ സിവിൽ വർക്ക് ചെയ്യുന്നത് തന്നെയാണ് ഇലക്ട്രിക്കൽ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നത്. പക്ഷെ ടെക്നിക്കലായിട്ട് യാതൊരു നോളജ് ഇല്ലാത്ത ആളുകളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കി നമുക്ക് ഇങ്ങനെ ഇലക്ട്രീഷ്യന്മാർക്കൊക്കെ നല്ല നല്ല പുതിയ സാങ്കേതിക വിദ്യകളും അറിവുകളും പങ്കുവെക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സംഘടന രൂപീകരിച്ചിരിക്കുന്നത്. ഞങ്ങളിപ്പോ ഈ 3 മാസം കൊണ്ട് തന്നെ 1-2 ക്ലാസ്സുകൾ എടുത്തത്. അതായത് സോളാറിന്റെ സാങ്കേതിക വിദ്യകളെ പുതിയ സാങ്കേതിക വിദ്യകളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുത്തു. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സേഫ്റ്റിയെ കുറിച്ചുള്ള ക്ലാസ്സുകൾ, ഇലക്ട്രിക്കൽ KICBയിലെ എഞ്ചിനീയർമാർ വന്ന ക്ലാസ്സുകൾ എടുത്തു. അങ്ങനെ 2 ക്ലാസ്സുകൾ ഇപ്പം നടത്തി. ഇനിയും ഇതുപോലുള്ള സാങ്കേതികമായിട്ടുള്ള അറിവുകൾ പകരുന്നതിന് വേണ്ടിയിട്ട് പുതിയ പുതിയ ക്ലാസ്സുകളൊക്കെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു പദ്ധതി ഞങ്ങൾക്കുണ്ട്. സോളാർ കമ്പനി ടെക്നിക്കൽ ഹെഡ് ശശാങ്ക് ഫനി, സെയിൽസ് ഹെഡ് അജിനാർ എന്നിവർ ക്ലാസ് എടുത്തു. യോഗത്തിന് ദീപ ഇലക്ട്രോണിക്സ് പ്രൊപ്പറേറ്റർ ദിലീപ് നന്ദി പറഞ്ഞു. മൂവാറ്റുപുഴ YMCAയിൽ നമ്മൾ മൂവാറ്റുപുഴ ഇലക്ട്രീഷ്യൻ വാട്സ്ആപ്പ് ഗ്രൂപ്പും ദീപ ഇലക്ട്രോണിക്സ് മൂവാറ്റുപുഴയും കൂടി ചേർന്ന് ഒരു സോളാർ അവയർനെസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഗ്രിഡിൻ്റെ മോസ്റ്റ് അഡ്വാൻസ്ഡ് പ്രോഡക്റ്റ് എന്ന് പരിചയപ്പെടുത്തുക. അതുപോലെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ, പുതിയതായിട്ട് ഇറങ്ങിയ മൈക്രോ ഇൻവെർട്ടർ, ഇതിനെ പറ്റിയൊരു ക്ലാസ്സാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലാസ് നയിക്കുന്നത് റെഡിങ്ടൻ്റെ കൺട്രി ഹെഡായ ശശാങ്ക് ഫനിയും അജിത്തും കൂടിയാണ്. അപ്പോൾ അതിൽ ഇവിടെ മൂവാറ്റുപുഴയും പരിസരത്തും ആയിട്ടുള്ള ഒരു 350ഓളം ഇലക്ട്രീഷ്യൻസും അങ്ങനെയുള്ള സോളാർ ഇൻസ്റ്റാളർമാരും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കായിട്ടുള്ളൊരു ക്ലാസ്സാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ദീപ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ സ്ഥാപനം മൂവാറ്റുപുഴ 1976 സ്ഥാപിതമായിട്ടുള്ളതാണ്. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഗ്രിഡ് ഇൻവെർട്ടറുകളാണ്. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ വർക്കുകൾ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് മൂവാറ്റുപുഴ തന്നെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. കേരളത്തിൽ തന്നെ മെയിനായിട്ടുള്ള കോളേജുകൾ, സ്കൂളുകൾ, ഇവിടെയെല്ലാം നമ്മുടെ ഗ്രിഡ് ഇൻവെർട്ടർ ഉള്ളതാണ്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ TV.